ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കിങ് ടേംസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. കുറച്ച് ലെങ്തിയാണ് വീഡിയോ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. അപ്പം എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ? നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് ധനകാര്യ സ്ഥാപനങ്ങളെന്ന് വിളിക്കുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ അഥവാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബാങ്കുകളെന്നും അടുത്തത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു നിക്ഷേപം നടത്തണം, അതല്ലെങ്കിൽ കുറച്ച് കാശ് നമുക്ക് വായ്പ എടുക്കണമെങ്കിൽ നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കണം. ധനകാര്യ സ്ഥാപനങ്ങൾ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്: ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. ഇതിനകത്ത് ബാങ്കുകളിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ഇനി ബാങ്ക് ഇതര, അതായത് ബാങ്ക് അല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളാണ്. ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുണ്ട്, ഇൻഷുറൻസ് സ്ഥാപനങ്ങളുണ്ട്, പിന്നെ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളും ഉണ്ട്. ഇതൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ് ബാങ്കുകൾ? ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ത്യൻ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പൊതു നിയമാവലി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് നിക്ഷേപിക്കണം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാശ് വായ്പ എടുക്കണം. ഈ രണ്ട് കാര്യത്തിന് നമ്മൾ സമീപിക്കുന്നത് ഒരു ബാങ്കിനെ ആയിരിക്കും. പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ നമ്മൾ പ്രധാനമായിട്ട് 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിലൊന്നാമത്തത് വാണിജ്യ ബാങ്ക്, ദെൻ സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, അടുത്തത് സവിശേഷ ബാങ്ക്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വാണിജ്യ ബാങ്കുകൾ. ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. എന്താണ്? ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ഒരുപാട് ശാഖകളുള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ്, നമുക്ക് അറിയാവുന്ന പോയിന്റാണ്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ്. അപ്പോൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുണ്ട്. ഈ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത ആർക്കാണ്? പൂർണ്ണമായിട്ടും സർക്കാരിനാണ്. ഇത്തരം ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ റിസർവ് ബാങ്കാണ് നിയന്ത്രിക്കുന്നത്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. അപ്പം നമ്മൾ വാണിജ്യ ബാങ്കുകളെ പറ്റി പറഞ്ഞു. ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ഒരുപാട് ശാഖകളുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകളുടെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളെ ഉടമസ്ഥത പൂർണ്ണമായും ആർക്കാണ്? അത് സർക്കാരിനാണ്. ഈ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്, ഏകോപിപ്പിക്കുന്നതൊക്കെ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കാണ്. ദെൻ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, ദേശസാൽകൃത ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ. അപ്പോൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളും ഉണ്ട്, സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളും ഉണ്ട്. ഈ സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ ആരുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ്? സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. എന്താണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആസ്ഥാനം എവിടെയാണ്?
വിദേശത്താണ് പ്രവർത്തിക്കുന്നത്. ഇത്തരമുള്ള ബാങ്കുകളെയാണ് നമ്മൾ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളെന്ന് വിളിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമുക്കെല്ലാം ഉള്ളതുമായിരിക്കും. ഒന്നാമത്തത് സമ്പാദ്യ നിക്ഷേപമാണ്. അതാണ് സേവിങ്സ് ഡിപ്പോസിറ്റ്. നമ്മൾ ATMിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ഏത് ടൈപ്പ് അക്കൗണ്ടാണെന്ന് ചോദിക്കും. അത് സേവിങ്സ് ആണോ, കറണ്ട് ആണോ, ഫിക്സഡ് ആണോ, റിക്കറിങ് ആണോ, ഏതാണെന്ന് നമുക്കെടുത്ത് ചോദിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം അതാണ് കറണ്ട് ഡിപ്പോസിറ്റ്. അടുത്തത് സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം. ഇനി ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി വയ്ക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആദ്യത്തേത് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ് ഡിപ്പോസിറ്റ്. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ് ഡിപ്പോസിറ്റ്. ആ പേരും പോലെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവിങ്സുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പോസിറ്റ് ചെയ്യാം. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരം നൽകുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. അതായത് നമ്മളിപ്പോൾ നമ്മുടെ സാലറി കിട്ടി, സാലറി കൊണ്ടുവന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഇടുകയാണ്. അതാണ് എന്താണ് സേവിങ്സ് ഡിപ്പോസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പ്രചലിത നിക്ഷേപം. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. ഇത്തരം നിക്ഷേപങ്ങൾക്ക് എന്തില്ല, പലിശ ലഭിക്കുകയില്ല. പ്രചലിത നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ്. കാരണം എന്താണ്, അവർക്ക് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ സാധനം അവർ ചരക്കെടുക്കും, ചരക്ക് വിൽക്കും. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ തങ്ങുന്നില്ല. അപ്പോൾ എന്താണ് ഈ പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡിപ്പോസിറ്റ്, പേര് പോലെ തന്നെയാണ് കറണ്ട്. അതായത് ഒരു ദിവസം തന്നെ ധാരാളം പണം പിൻവലിക്കും, ധാരാളം പണം നിക്ഷേപിക്കും. ഇതിനു വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുന്നതാണ് പ്രചലിത നിക്ഷേപം. പ്രചലിത നിക്ഷേപത്തിന് പലിശയുണ്ടോ? പലിശയില്ല. പ്രചലിത നിക്ഷേപം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? വ്യവസായികളും വ്യാപാരികളുമാണ്. അടുത്തത് സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡിപ്പോസിറ്റ്. അതും പേര് പോലെ തന്നെയാണ്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് എന്ത്, സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് ആ നിക്ഷേപത്തിൻ്റെ കാലാവധിയുടെ അടിസ്ഥാനത്തിലാണ്. എത്ര നാളിപ്പം 1 വർഷമാണോ 2 വർഷമാണോ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര കാലമാണ് അവർ നിക്ഷേപിക്കുന്നത്, ആ കാലാവധിയുടെ അടിസ്ഥാനത്തിലാണ് പലിശ നിരക്ക് എത്ര വേണമെന്ന് നിശ്ചയിക്കുന്നത്. അടുത്തത് എന്താണ് ആവർത്തിത നിക്ഷേപം? ഒരു ആവർത്തിതം അഥവാ റിക്കറിങ് ഡിപ്പോസിറ്റ്, അതായത് ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. ആവർത്തിത നിക്ഷേപത്തിൽ സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടി, അപ്പോൾ സമ്പാദ്യ നിക്ഷേപത്തിന് എന്തുണ്ട്, പലിശ നിരക്കുണ്ട്. ഈ ആവർത്തിത നിക്ഷേപത്തിൽ സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ്. സ്ഥിര നിക്ഷേപത്തെക്കാൾ പലിശ നിരക്കിൽ കുറവായിരിക്കും ആവർത്തിത നിക്ഷേപം. അപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത് ഏത് ഇനത്തിലാണ്? സ്ഥിര നിക്ഷേപത്തിലാണ്. സ്ഥിര നിക്ഷേപം കഴിഞ്ഞാൽ ആവർത്തിത നിക്ഷേപമാണ്, റിക്കറിങ് ഡിപ്പോസിറ്റ്. അപ്പോൾ ഈ 4 ടേംസും മനസ്സിലായല്ലോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് പലിശ കിട്ടാത്തത് കറണ്ട് ഡിപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് വായ്പയായി നൽകുന്നത്. ബാങ്കിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് കാശൊന്നുമില്ല. പൊതുജനങ്ങൾ, ഇപ്പം ഞാനൊരു 5 ലക്ഷം രൂപ ഇട്ടാൽ ആ 5 ലക്ഷം രൂപ പിറ്റേന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് ലോൺ ചോദിക്കുകയാണെങ്കിൽ ആ 5 ലക്ഷമായിരിക്കും ബാങ്ക് എടുത്ത് തരുന്നത്. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് വായ്പയായി നൽകുന്നത്. വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുത്തുന്നത്. വായ്പ എത്ര നാൾ വായ്പ വേണം, വായ്പയ്ക്ക് എന്താണ് ആവശ്യം, ഇതനുസരിച്ചിട്ടാണ് വായ്പയുടെ പലിശ. കൃഷിക്കൊക്കെ ആണെങ്കിൽ പലിശ നിരക്ക് കുറവായിരിക്കും, എന്നാൽ ബാക്കി വണ്ടി വാങ്ങിക്കാനോ ഭവന വായ്പയൊക്കെ ആകുമ്പോൾ കൂടും. അതുപോലെ കാലാവധി കൂട്ടുവാണെങ്കിൽ അതനുസരിച്ച് പലിശ നിരക്ക് കൂടും. അങ്ങനെയൊക്കെ ആണ് പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത്. വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്ന ഈടുകൾ ഏതൊക്കെയാണ്?
ഒന്നുകിൽ ഭൗമിക ആസ്തികൾ വാങ്ങിക്കും, സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ. അതല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ കുറച്ച് കാലവർഷത്തിലേക്കെന്ന്. അപ്പോൾ അതെന്തായാലും അതൊരു അസെറ്റാണല്ലേ. അപ്പോൾ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്നതാണ്. അടുത്തത് സാലറി സർട്ടിഫിക്കറ്റ്, ശമ്പളപത്രം എന്താണ്? സാലറി സർട്ടിഫിക്കറ്റ്. ഇതും വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്ന ഈടുകളാണ്. അപ്പോൾ 3 ടൈപ്പ് ഈടുകളാണ് വായ്പ നൽകാൻ വേണ്ടിയിട്ട് ബാങ്ക് സ്വീകരിക്കുന്നത്. ഒന്ന് ഭൗതിക ആസ്തികൾ അഥവാ സ്വർണം, വസ്തുവിൻ്റെ ആധാരം, സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ സാലറി സർട്ടിഫിക്കറ്റ്. ഓക്കെ. അടുത്തത് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ പണവായ്പ, അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് എന്നാണ്. എന്താണ്? വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളാണ് പണവായ്പ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്. പണവായ്പ എന്താണ്? ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ. നമ്മളൊരു ഏതെങ്കിലും ഭൂമിയോ അല്ലെങ്കിൽ സ്വർണമോ കൊടുക്കുകയാണ്, അതിന് പകരം നമുക്ക് കുറച്ച് കാശ് തരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പണവായ്പ എന്ന് പറയുന്നത്. ഓവർ ഡ്രാഫ്റ്റ് എന്നാൽ വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരു തരം വായ്പയാണ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് സാധാരണയായിട്ട് പ്രചരിത നിക്ഷേപമുള്ളവർക്കാണ് ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ. ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയേ ഉള്ളൂ, പക്ഷേ അയാൾക്ക് 1,50,000 രൂപയുടെ ആവശ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു എമൗണ്ട് പിൻവലിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. ഈ അവസരത്തിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓവർ ഡ്രാഫ്റ്റ് പൊതുവേ പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത്. ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്ക് കുറവും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലുമായിരിക്കും. അത് ബിസിനസ് അല്ലേ? ബാങ്ക് എന്ന് പറയുന്നത് ബിസിനസ്സാണ്. അപ്പോൾ ബാങ്കിൽ നമ്മൾ എന്തെങ്കിലും 1 ലക്ഷം രൂപ കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 8% പലിശയെ തരത്തുള്ളൂ. പക്ഷേ അവർ 1 ലക്ഷം രൂപ ആർക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം 16% ഈടാക്കിയിട്ടായിരിക്കും അവരിൽ നിന്നും കാശ് ഈടാക്കുന്നത്. അപ്പോൾ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ നിരക്ക് കുറച്ചും കൊടുക്കും, വായ്പ എടുക്കുന്നവരിൽ നിന്ന് പലിശ നിരക്ക് കൂടുതലും വാങ്ങും. ഈ പലിശ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ബാങ്കിന് ലഭിക്കുന്ന ലാഭമാണ്. ഓക്കെ, ഇതറിയപ്പെടുന്നത് വ്യാപനം എന്നാണ്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ഇപ്പോൾ വാണിജ്യ ബാങ്കുകളെ പറ്റിയിട്ട് മനസ്സിലായല്ലോ. ഇനി എന്താണ് സഹകരണ ബാങ്കുകൾ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു വാണിജ്യ ബാങ്കിന് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? ICICI ബാങ്ക്, അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്, അതല്ലെങ്കിൽ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളായിട്ടുള്ള ഏതൊക്കെ? ബാങ്ക് ഓഫ് ഇന്ത്യ, IOB, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതെല്ലാം എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അടുത്തത് സഹകരണ ബാങ്കുകൾ, കോർപ്പറേറ്റീവ് ബാങ്കുകൾ. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഇതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം കാർഷിക സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗ്രാമീണർക്കാണ് സാമ്പത്തിക സഹായം ഇത് പൊതുവെ നൽകുന്നത്. കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. 1904 ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1904. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1965 RN മിർധ കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിൽ ഒരു ദേശീയ സഹകരണ ബാങ്ക് സ്ഥാപിക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഒരു ദേശീയ സഹകരണ ബാങ്ക് സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? RN മിർധ കമ്മിറ്റിയാണ്. RN മിർധ കമ്മിറ്റിയാണ് 1965 RN മിർധ കമ്മിറ്റി ഇന്ത്യയിൽ ഒരു ദേശീയ സഹകരണ ബാങ്ക് സ്ഥാപിക്കാനായിട്ട് ശുപാർശ ചെയ്തത്. ഇന്ത്യയിലെ സഹകരണ ബാങ്ക് ശൃംഖലയെ പൊതുവായി 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗ്രാമീണ സഹകരണ വായ്പാ സംഘങ്ങളുണ്ട്, പിന്നെ നഗര സഹകരണ ബാങ്കുകളുണ്ട്,
ഗ്രാമീണ സഹകരണ വായ്പാ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ നഗര സഹകരണ ബാങ്കുകളാണെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ഗ്രാമീണ സഹകരണ സംഘങ്ങളിൽ നമുക്ക് ഹ്രസ്വകാല വായ്പ, ദീർഘകാലം എന്നിങ്ങനെ 2 വിഭാഗമുണ്ട്. ഹ്രസ്വകാല ഗ്രാമീണ സംഘങ്ങൾ ത്രിതല ഘടനയിലാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രാമീണ തലത്തിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, ജില്ലാ തലത്തിലെ കേന്ദ്ര സഹകരണ ബാങ്കുകൾ, സംസ്ഥാന തലത്തിൽ സംസ്ഥാന സഹകരണ ബാങ്കുകൾ. അപ്പോൾ നമ്മുടെ സഹകരണ ബാങ്കുകളെ തന്നെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഗ്രാമീണ സഹകരണ വായ്പാ സംഘങ്ങളും നഗര സഹകരണ ബാങ്കുകളും. ഈ ഗ്രാമീണ സഹകരണ സംഘങ്ങളിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ഹ്രസ്വകാലം ഷോർട്ട് ടേമും, അടുത്തത് ദീർഘകാലവും. ഹ്രസ്വകാല ഗ്രാമീണ ബാങ്കുകളാണെങ്കിൽ ത്രിതല ഘടനയാണ്. ഗ്രാമീണ തലത്തിലൊരു പ്രാഥമിക കാർഷിക വായ്പാ സംഘമുണ്ട്, ജില്ലാ തലത്തിലാണെങ്കിൽ കേന്ദ്ര സഹകരണ ബാങ്കുകളുണ്ട്, പിന്നെ സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്കുകളുണ്ട്. ദീർഘകാല സഹകരണ സംഘങ്ങൾക്ക് ദ്വിതല സംവിധാനമാണ് ഉള്ളത്. കാരണം ദീർഘകാലത്തേക്കാണ്. അത് ജില്ലാ ബ്ലോക്ക് തലത്തിൽ ഒരെണ്ണം, അത് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കുകളാണ്. സംസ്ഥാന തലത്തിലും ഒരെണ്ണമുണ്ട്, അത് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കുകളാണ്. നഗര സഹകരണ ബാങ്കുകൾ പൊതുവെ ഷെഡ്യൂൾഡ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. നഗര സഹകരണ ബാങ്കുകൾ എന്തായിട്ടാണ്? ഷെഡ്യൂൾഡ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് സംസ്ഥാന സഹകരണ ബാങ്ക്. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നത് സംസ്ഥാന സഹകരണ ബാങ്കാണ്. ഇനി ജില്ലാ സഹകരണ ബാങ്ക് ആണെങ്കിലോ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകും. ഇനി പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നത്. പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി കുറച്ചേ കാണത്തുള്ളൂ. ഇപ്പോൾ ഇൻ കേസ് എടുക്കുകയാണ്, നമ്മളിവിടെ ചാലക്കുടി എടുക്കുകയാണെങ്കിൽ ആ ചാലക്കുടി പ്രദേശത്ത് മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം വരത്തുള്ളൂ. അപ്പോൾ പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി കുറവാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക്. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യം. പിന്നെ ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുകയും പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യമാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ സഹകരണ ബാങ്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സഹകരണ സംഘം. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ സഹകരണ സംഘം ഏതാണ്? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. പ്രസ്തുത സഹകരണ സംഘം ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1914 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. നിലവിലുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുൻഗാമിയാണ് നമ്മൾ ഈ പറഞ്ഞ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. 1913 കൊച്ചിയിൽ, നമ്മൾ തിരുവനന്തപുരത്തെ കേസല്ലേ പറഞ്ഞ, 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം നിലവിൽ വന്നത്. ഈ ആക്ട് പ്രകാരം സ്ഥാപിതമായ ആദ്യ സഹകരണ സ്ഥാപനമാണ് അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതൊക്കെ ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. ഒരു പക്ഷേ ഇത് LDCക്ക് ചോദിച്ചില്ലെങ്കിലും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ കയറി വരാറുണ്ട്. 1918 കൊച്ചി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് രൂപീകൃതമായി. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കീഴിലും മലബാർ കാസർഗോഡ് താലൂക്കും ഉൾപ്പെട്ടിരുന്നത്. കൊച്ചി സംയോജിച്ചല്ലോ. ഇതിൻ്റെ ഫലമാറ്റം 1951 നമ്മൾ ഈ പറഞ്ഞ ട്രാവൻകൂറും കൊച്ചി കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടി ഒരു ആക്ട് പാസ്സാക്കി. 1969 ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. 69 മെയ് 15 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് വരെ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വന്നത് 1969 മെയ് 15 അതിനുശേഷം പിന്നെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് കേരള ബാങ്കാണ്. അത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് പഠിക്കണം. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള കോപ്പറേറ്റീവ് ബാങ്ക് അഥവാ കേരള ബാങ്ക്. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് ഏത്? കേരള കോപ്പറേറ്റീവ് ബാങ്ക്.
2019 നവംബർ 29 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏത് വർഷമാണ്? 2019 നവംബർ 29. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത ഒരേ ഒരു സഹകരണ ബാങ്ക് മാത്രമേ ഉള്ളൂ. അതേതാണ്? അത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. ബാക്കിയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് 13 ജില്ലാ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞത്. ചിലപ്പം പ്രസ്താവനയിലൊക്കെ വന്ന് ചോദിക്കാൻ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യനാണ്. 2021 നവംബർ 3 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിനുള്ള നിയമ ഭേദഗതി ബിൽ കേരള നിയമസഭ പാസാക്കി. കേരള കോപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റിയാണ്. ഓക്കെ, കേരള കോപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏത്? പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി എന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, കേരള കോപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പിനായിട്ട് രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാനാണ് PR രവീന്ദ്രനാഥ്. നബാർഡിന്റെ മുൻ ചെയർമാനായിരുന്നു PR രവീന്ദ്രനാഥ്. ഈ PR രവീന്ദ്രനാഥാണ് കേരള കോപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായിട്ട് രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാൻ. ഇനി കേരള ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കും. അത് ഗോപി കോട്ടമുറിക്കലാണ്. ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ CEO ആരാണ്? PS രാജനാണ്. PS രാജൻ. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹലാൽ ഫായിദ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത സഹകരണ സംഘം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പലിശയില്ലാത്ത സഹകരണ സംഘം ഏതാണ്? കണ്ണൂർ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഹലാൽ ഫായിദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങൾ ആരംഭിച്ചു. ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് സഹകരണം. എന്താണ് സഹകരണം? നമ്മൾ കുറേ നേരം കൊണ്ട് സഹകരണം പറയുന്നു. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓവനാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല. പക്ഷേ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവാര്? ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നു. ഏത്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത്. UN അന്താരാഷ്ട്ര സഹകരണ വർഷം 2012 ആയിട്ടാണ് ആചരിച്ചത്. അപ്പോൾ 2012 എന്താണ്? 2012 UN അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. റിലേറ്റഡ് ഫാക്റ്റ് ആണ്, അതുകൊണ്ടാണ് പഠിപ്പിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരെന്ന് മറക്കണ്ട, ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഇനി കേരളത്തിലെ സഹകരണ മേഖല നോക്കാം. കേരളത്തിലെ സഹകരണ മേഖല കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പേ നിലവിൽ വന്നതാണ്. സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും 3 സഹകരണ വിഭാഗങ്ങളുണ്ടായിരുന്നു. കേരള സഹകരണ വകുപ്പാണ് കേരളത്തിലെ സഹകരണ മേഖലയിലെ ഉന്നത സ്ഥാപനം. സഹകരണ സംഘം രജിസ്ട്രിയുടെ ഭരണ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത്. തിരുവനന്തപുരം DPAയിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർ സഹകരണ ഭവനാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ആസ്ഥാനം. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ്. അടുത്തത്, വികസന ബാങ്കുകളും സവിശേഷ ബാങ്കുകളുമാണ്. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. അതായത് ഒരു വികസനം ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളെയാണ് നമ്മൾ വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. വികസന ബാങ്കിന് ഒരു ഉദാഹരണം ചോദിച്ചാൽ IFCI ആണ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിനായി മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ സവിശേഷ ബാങ്കുകൾ. പേര് തന്നെ ബഡ്ജറ്റ് മനസ്സിലാക്കും. സവിശേഷ ബാങ്കുകൾ.
സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് അഥവാ സിഡ്ബി. എന്താണ്? സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് സിഡ്ബി. ഈ സിഡ്ബിയും അതുപോലെ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയും സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സിം ബാങ്കും ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്കായ സിഡ്ബിയും കണ്ണും പൂട്ടി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വികസന ബാങ്കിന് ഉദാഹരണം ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് നമ്മൾ ഈ പറഞ്ഞ എക്സിം ബാങ്ക് അഥവാ ഏതാണ്? ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാങ്ക്. എക്സിം ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് ആസ്ഥാനം. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് നമ്മളീ പറഞ്ഞ സിഡ്ബി. സിഡ്ബിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ ലക്നൗ ആണ്. ലക്നൗ. ഓക്കെ. ഇനി മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് അതായത് ക്രിസിഡ് എക്സ് ഇത് ഉണ്ടാക്കിയത് ക്രിസിൽ 20 സിഡ്ബി ചേർന്ന് വികസിപ്പിച്ചതാണ് ഈ ക്രിസിഡ് എക്സ്. എന്താണ് ക്രിസിഡ് എക്സ്? മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് ആണ് ഏത്? ക്രിസിഡ് എക്സ് എന്നത്. ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഏത്? സവിശേഷ ബാങ്കുകളെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബാങ്ക് ദേശസാൽക്കരണം എന്ന പോർഷൻ. ബാങ്കിങ് മേഖലയുടെ വളർച്ചയായിട്ട് 3 ഘട്ടങ്ങളെ നമുക്ക് തിരിക്കാം. 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള ആദ്യഘട്ടം. അതായത് 70 നമുക്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ വന്നു? ബാങ്ക് വന്നു. 1969 ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടു. ഇതുവരെയുള്ള ആദ്യത്തെ ഘട്ടം. പിന്നെ 1969 മുതൽ 90 വരെയുള്ള രണ്ടാം ഘട്ടം. 91 മുതൽ ഇതുവരെയുള്ള മൂന്നാം ഘട്ടം. ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിന് നയിച്ചതിനുള്ള കാരണം സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകൾ എന്ത് ചെയ്യണം? പ്രവർത്തനം ക്രമീകരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ബാങ്കുകൾ ദേശസാൽക്കരിച്ചതിനുള്ള കാരണം എന്താണ്? സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിനായിട്ടാണ് ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1969 ഒന്നാം ഘട്ട ദേശസാൽക്കരണ സമയത്തെ ധനകാര്യമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ആ സമയത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് VV ഗിരിയാണ്. അപ്പോൾ 1969 ഒന്നാം ഘട്ട ദേശസാൽക്കരണം നടന്നത്. 1969 ജൂലൈ 19. ദെൻ ഇന്ത്യയിൽ ഒന്നാം ഘട്ട ദേശസാൽക്കരണം നടന്ന വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ് 1969 ജൂലൈ 19. ഈ സമയത്തെ ധനകാര്യമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ഒന്നാം ഘട്ട ദേശസാൽക്കരണം നടന്നത് 1969 ജൂലൈ 19. ഒന്നാം ഘട്ടത്തിൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ള, എത്ര കോടിക്കാണ്? 50 കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഇനി 50 കോടിക്ക് മുകളിലുള്ള 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത്. രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടക്കുന്ന സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയായിരുന്നു. രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അതും ഇന്ദിരാഗാന്ധിയാണ്. ഇനി രണ്ടാം ഘട്ടത്തിൽ എങ്ങനെ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? 200 കോടി രൂപയിൽ മൂലധനമുള്ള 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാമത് 14, രണ്ടാമത് 6. 1969 ആദ്യഘട്ടം, 1980 രണ്ടാം ഘട്ടം. രണ്ട് ഘട്ടത്തിലും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആദ്യഘട്ടത്തിലെ പ്രസിഡന്റ് ആര്? VV ഗിരി. രണ്ടാം ഘട്ടത്തിലെ നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ആദ്യം ദേശസാൽക്കരിച്ചത് 50 കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ളവ. 1980 രണ്ടാമത് ദേശസാൽക്കരിച്ചത് 200 കോടിക്ക് മുകളിൽ മൂലധനം ഉള്ളത്. രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത് ഉണ്ടായിരുന്നത്. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചതോടെ ഇതെന്തായി? 19 ബാങ്കായിട്ട് മാറി. അതായത് 20 ബാങ്കുകളിൽ ഒരെണ്ണം ഏതായിരുന്നു? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഈ 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു.
അതോടുകൂടി 19 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം. ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നിലവിൽ വന്നതാണ് നമ്മുടെ 3ാം ഘട്ടത്തിൻ്റെ പ്രത്യേകത. 91 ശേഷം 3ാം ഘട്ടത്തിൽ നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ. 2019 2020 ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2019 ഏപ്രിൽ 1 വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. പ്രസ്തുത ലയനത്തോടെ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ പൊതുമേഖലാ ബാങ്കായി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? അത് ബാങ്ക് ഓഫ് ബറോഡയാണ്. 2019 ജനുവരി 21 പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് IDBI. അപ്പോൾ IDBI ഇപ്പോൾ എന്താണ്? ഇപ്പം സ്വകാര്യ ബാങ്കാണ് 2019 മുതൽ. പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC IDBIയുടെ 51% ഓഹരി സ്വന്തമാക്കിയതോടെയാണ് IDBIക്ക് പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടപ്പെട്ടത്. ഇന്ത്യയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിതമായ ബാങ്കാണ് IDBI. IDBI ഇപ്പോൾ എന്താണ്? സ്വകാര്യ ബാങ്കാണ്. LICക്കാണ് അതിൻ്റെ 51% ഓഹരി കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതെന്തായി? അത് ബാങ്ക് മാറി. ഓക്കെ. അടുത്തത് 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകളാണ്. നോക്കാം. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് ആണെങ്കിൽ കാനറ ബാങ്കിലാണ് ലയിച്ചത്. അലഹബാദ് ആണെങ്കിലോ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. ഇങ്ങനെ നിലവിലിപ്പോൾ ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ചോദിച്ചാൽ 12 എണ്ണമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതണം. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12 എണ്ണമാണ്. പക്ഷേ ദേശസാൽക്കരിച്ചത് എത്ര എണ്ണത്തിന് നമ്മൾ ദേശസാൽക്കരിച്ചു? 20 93 ആയപ്പോൾ അത് 19 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയപ്പോൾ അതിപ്പോൾ വീണ്ടും 12 ബാങ്കുകളായിട്ട് ചുരുങ്ങി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. ഇനി ഒരു പോർഷൻ കൂടിയുണ്ട്, ഇൻഷുറൻസ് സ്ഥാപനങ്ങളും അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന മുറയ്ക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.